സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരിപ്പോര, കോൺഗ്രസിൽ വീണ്ടും രാജി. വിഭാഗീയത പരിഹരിക്കാൻ നേതൃത്വം ഇടപെടാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നാല് ശ്യാമളമാരും 3 ശോഭനമാരും, അങ്ങനെ അപരന്മാരുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായി ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിലെ പാലാർ വാർഡ്. പഞ്ചായത്തിലെ 2 മുൻ പ്രസിഡന്റുമാരാണ് ഇവിടെ പ്രധാനമായും മത്സര രംഗത്ത്. മൂന്നാർ മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള കടുവയുടെ ആക്രമണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. വനംവകുപ്പ് വിഷയത്തിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യം. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിതരണം നടത്താനായി തയ്യാറാക്കിയ ചാരായവും കോടയുമായി ഒരാൾ പിടിയിൽ. 5 ലിറ്റർ വാറ്റ് ചാരായവും 25 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ നോക്കാം പോരാട്ടം 2025. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടം മുതൽ വലിയ വിവാദമായി ഉയർന്നു വന്നിരുന്നത് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള രാജികളായിരുന്നു. എന്തായാലും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ മറ്റൊരു രാജിയുടെ വാർത്തയാണ് ഇന്നാദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരിപ്പോര്, കോൺഗ്രസിൽ വീണ്ടും രാജി. സീറ്റ് തർക്കവും വിഭാഗീയതയും പരിഹരിക്കുവാൻ നേതൃത്വം ഇടപെടാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ചു. ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ലിസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അട്ടിമറിച്ചെന്നും ഇഷ്ടക്കാരെ ലിസ്റ്റിൽ കയറ്റിയെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത ഗ്രൂപ്പ് പോര പരിഹരിക്കാനാവാതെ നെട്ടോട്ടമോടുകയാണ് DCC. വിവിധയിടങ്ങളിൽ നേതൃത്വത്തോട് ഇടഞ്ഞ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ രാജിയും തുടരുകയാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിലിന്റെ രാജി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്ന് മണ്ഡലം ഭാരവാഹികളുടെ ലിസ്റ്റ് നൽകുകയും ലിസ്റ്റ് DCC അംഗീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കി നൽകുകയും ചെയ്തു. ഇതും DCC അംഗീകരിച്ചു. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നവരെ ഒഴിവാക്കി പാർട്ടിയുമായി അകന്നു നിന്നിരുന്ന ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും DCC നേതൃത്വം അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് രാജിവെച്ചതെന്നും തോമസ് നിരവത്തുപറമ്പിൽ പറയുന്നു. ഇത് ബൈസൺവാലിയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച് ഇറക്കി ആദ്യം മേടിച്ച അപ്രൂവൽ മേടിച്ച ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് വീണ്ടും വെട്ടിത്തിരുത്തിയിരിക്കുന്നത് ഇത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്ത ഒരു ലിസ്റ്റാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയുടെ ലെറ്റർ പാഡിലാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്ത് അംഗീകാരം മേടിച്ചതാണ്. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പം ആരോടും പറയാതെ, മണ്ഡലം പ്രസിഡന്റിനോട് പറയാതെ, ബൈസൺവാലിയിലെ പാർട്ടിയോട് ആലോചിക്കാതെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡാണ്. ആ ലെറ്റർ പാഡിൽ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് വെട്ടിത്തിരുത്തി. ഗ്രൂപ്പില്ലാതെ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ്. AI ഗ്രൂപ്പുകൾക്കൊപ്പം നിലവിൽ KC വേണുഗോപാൽ പക്ഷവും ജില്ലയിൽ പിടിമുറുക്കുവാനുള്ള പടയോട്ടത്തിലാണെന്നും കോൺഗ്രസിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും തോമസ് രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഞാനൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ ഭാഗം അല്ലെങ്കിൽ കോൺഗ്രസിൽ സ്ഥാനമില്ല. ഇപ്പൊ ജില്ലയിലുള്ളത് പിന്നെ A ഗ്രൂപ്പ്, വേണുഗോപാൽ ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, അങ്ങനെ 3 ഗ്രൂപ്പാണ്. ഞാൻ ശരിക്കും ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. VT തോമസിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. ആ ഒരു സംവിധാനത്തിൽ A ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പാർട്ടി നിന്നത്. ജില്ലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ KC വേണുഗോപാൽ പക്ഷം പരിശ്രമം നടത്തുമ്പോൾ അത് AI ഗ്രൂപ്പുകൾക്ക് തിരിച്ചടിയായി മാറുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഇരു ഗ്രൂപ്പുകളിൽ നിന്നും ചില മുതിർന്ന നേതാക്കൾ KCക്കൊപ്പം മറുകണ്ഠം ചാടുകയും ചെയ്തു. ഇതോടെ സീറ്റും സ്ഥാനവും നഷ്ടപ്പെട്ട പല പ്രവർത്തകരും കോൺഗ്രസ് വിട്ട് പുറത്തു പോകുന്ന സാഹചര്യമാണ് നിലവിൽ. വിഷയം പരിഹരിക്കുന്നതിന് ഒരു ഇടപെടലും നടത്താത്ത DCC നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ രാജാക്കാട്. 4 ശ്യാമളമാരും 3 ശോഭനമാരും, അങ്ങനെ അപരന്മാരുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിലെ പാലാർ എന്ന വാർഡ്. പഞ്ചായത്തിലെ 2 മുൻ പ്രസിഡന്റുമാരാണ് ഇവിടെ പ്രധാനമായും ഏറ്റുമുട്ടുന്നത്.
ഒരു മുന്നണി ഒരപരനെ രംഗത്തിറക്കിയപ്പോൾ വാശിക്ക് എതിർ സ്ഥാനാർത്ഥിയും 2 പേരെ രംഗത്തിറക്കി. ശ്യാമള വിശ്വനാഥൻ, ശ്യാമള KK, ശ്യാമള വാർവിള വീട്, ശ്യാമള സുരേഷ് എന്നിങ്ങനെ ശ്യാമളമാർ 4 എണ്ണം. തീർന്നില്ല. ശോഭന വിജയൻ, ശോഭന കാരിപുഴയ്ക്കൽ, ശോഭന പാലൂർ എന്നിങ്ങനെയാണ് നെടുങ്കണ്ടം പാലാർ വാർഡിലെ സ്ഥാനാർത്ഥികൾ. UDF പഞ്ചായത്ത് ഭരണം നേടിയ 2010 പ്രസിഡന്റായിരുന്ന കോൺഗ്രസിന്റെ ശ്യാമള വിശ്വനാഥനും നിലവിലെ ഭരണസമിതിയിൽ ആദ്യ 2 വർഷക്കാലം പ്രസിഡന്റായിരുന്ന CPMലെ ശോഭന വിജയനും തമ്മിലാണ് 10ാം വാർഡിലെ മത്സരം. കഴിഞ്ഞ തവണ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ 7ാം വാർഡിൽ 57 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശോഭനയാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന ശ്യാമളയ്ക്ക് അപരനായി മത്സരിച്ചയാൾ നേടിയ 84 വോട്ടുകളുടെ പിൻബലത്തിലാണ് LDF കഴിഞ്ഞ തവണ വിജയം നേടിയെന്നായിരുന്നു UDF വാദം. ഇത്തവണ ഒരാൾക്കു പകരം ശ്യാമളയ്ക്ക് അപരന്മാരായുള്ളത് 3 പേരാണ്. അതുപോലെ പറയാനുള്ള വികസനങ്ങളുണ്ട് നാട്ടില്. ഒറ്റ കോവിഡ് രോഗികൾ പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ മരിച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് എണ്ണി പറയാവുന്ന നിരവധി കാര്യമാണ്. 450-500 പരം ആളുകൾക്ക് 4 നേരം ഫുഡ് കൊടുത്ത് 4 നേരവും അവർക്ക് മരുന്നും വേണ്ട ശുശ്രൂഷയും കൊടുത്ത് സംരക്ഷിച്ച ഒരു പഞ്ചായത്തും വേറെ ഇടുക്കി ജില്ലയിലില്ല. 2ാം സ്ഥാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയതുമാണ്. എന്തായാലും ഇത്തവണ വിട്ടുകൊടുക്കാൻ UDFും തയ്യാറല്ല. ശോഭന വിജയനെതിരെ 3 പേരെ രംഗത്തിറക്കി UDFും തിരിച്ചടിച്ചു. പ്രാവശ്യം അവരെ ഇട്ടുകൊണ്ട് നമ്മൾ തോക്കില്ല. കാരണം അവരന്മാരുണ്ടെന്ന് ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. വീടുകളിൽ നമ്മൾ ബോധവൽക്കരണം ചെയ്ത ആളുകളെ ബോധ്യപ്പെടുത്തി വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അവരുടെ ഭീഷണിയിൽ നമ്മൾ തോൽക്കില്ല. ഇപ്രാവശ്യം 3 അവരന്മാരുണ്ട്. നമ്മൾ 2 പേരെ നിർത്തിയിട്ടുണ്ട്. അവർ 2 പേരെ നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ആളുകളെ നിർത്തിയത്. യഥാർത്ഥ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇരുമുന്നണികളും കളത്തിലിറങ്ങിയിരിക്കുന്ന അപര സ്ഥാനാർത്ഥികളുടെ വോട്ട് വിഹിതവും 10ാം വാർഡിലെ വിജയം കുഴപ്പിക്കുമെന്നുറപ്പാണ്. ഇവരെ കൂടാതെ NDA സ്ഥാനാർത്ഥിയായി സന്ധ്യ PAയും രംഗത്തുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. LDF രാജാക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ രാജാക്കാട്ടിൽ സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ MLAയുമായ KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ആദ്യം തന്നെ സജീവമായ LDF 1ാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ഒപ്പം വാർഡ് കൺവെൻഷനുകളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് കടന്നിരിക്കുന്നത്. രാജാക്കാട് പഞ്ചായത്ത് തല കൺവെൻഷൻ രാജാക്കാട് KN തങ്കപ്പൻ സ്മാരക ഹാളിൽ ചേർന്നു. ഷാജി ജോസഫ് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജോലി മാത്രമല്ല, ജോലിയോടൊപ്പം മര്യാദയ്ക്ക് കൂലിയും വേണം, കയറിക്കിടക്കാൻ ഭൂമി വേണം. അങ്ങനെ ഭൂമിക്കും കൂലിക്കും സമത്വാവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ കേരളം സൃഷ്ടിക്കപ്പെട്ടത്. അതിനെ വീണ്ടും ഒരു ജാതീയമായ സംസ്കാരമുള്ള നാടാക്കി ഇന്ത്യയെയും കേരളത്തെയും മാറ്റി തീർക്കുന്നതിനെതിരായുള്ള മഹത്തായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇതിന് നേരെ ബദലായ ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ആത്മാഭിമാനത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർക്കും പറയാൻ കഴിയും. LDF നേതാക്കളായ CU ജോയി, വർഗീസ് ആറ്റുപുറം, സുമ സുരേന്ദ്രൻ, രതീഷ് അത്തിക്കുഴി, ബേബിലാൽ, PS അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. UDF ഉപ്പുതറ മണ്ഡലം കൺവെൻഷൻ നടന്നു. വാർഡ്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് പേരുടെ പ്രകടനത്തോടെയാണ് ഉപ്പുതറ SNDP ഹാളിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. UDFിന്റെ കരുത്ത് വിളിച്ചറിയിച്ച പ്രകടനത്തോടെയാണ് ഉപ്പുതറ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്.
ഇത്തവണ എല്ലാ സീറ്റുകളിലും UDF ജയിച്ചു വരണമെന്നും ഇത്തവണ ഉറച്ച CPM അനുഭാവികൾ പോലും പിണറായി വിജയന്റെ പതനമാണ് സ്വപ്നം കാണുന്നതെന്നും അയ്യപ്പന്റെ സ്വർണമടക്കം അടിച്ചുമാറ്റി കേരളത്തെ മുച്ചൂടും മുടിച്ച ഭരണമാണിതെന്നും അതവസാനിക്കാൻ ഇതൊരു തുടക്കമാകണമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ പറഞ്ഞു. 99 ഈ തങ്കപ്പാളികൾ പൊതിഞ്ഞ അവിടുത്തെ ആ ശ്രീകോവിലും അതിന്റെ കട്ടലയും അതിന്റെ കഥകും അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളും അതെല്ലാം എല്ലാ വർഷവും നമ്മൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അവരൊക്കെ എല്ലാ കൊല്ലം ഉത്സവകാലത്ത് അവിടെ ചെല്ലും ചാനലുകാർ. അപ്പൊ അവരൊക്കെ നോക്കുമ്പോൾ 2019 വരെ നല്ല രീതിയിൽ നല്ല സ്വർണ്ണ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണ പാളികളാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. 2019 ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചു അത് ചെമ്പ് പാളിയാണെന്ന്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, 2019 വരെ ഒരു കുഴപ്പവും ഇല്ലാതെ നിന്നിരുന്നത് ഈ ദേവസ്വം ബോർഡ് അധികാരത്തിൽ വന്നിട്ട് അവരെ കൊണ്ടല്ലാതെ ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? സാബു വേങ്ങവേലി അധ്യക്ഷത വഹിച്ചു. ഷാൽ വെട്ടിക്കാട്ട് സ്വാഗതം ആശംസിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ ആന്റണി ആലഞ്ചേരി, RSP ജില്ലാ കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ വിളക്കുന്നിൽ, DCC സെക്രട്ടറിമാരായ സിറിയക് തോമസ്, ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ തുടങ്ങി നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നവർക്ക് വിതരണം നടത്താനായി തയ്യാറാക്കിയ ചാരായവും കോടയുമായി ഒരാൾ പിടിയിലായി. 5 ലിറ്റർ വാറ്റ് ചാരായവും 25 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളുമായി പൊന്നാമല കാരമലയിൽ ബിജു കുര്യനാണ് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പൊന്നാമല മേഖലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സജീവ പ്രചാരകനായിരുന്നു പിടിയിലായ ബിജു കുര്യൻ. പകൽ ഇലക്ഷൻ പ്രചരണവും രാത്രിയിൽ വ്യാജവാറ്റുമായിരുന്നു ഇയാളുടെ പണിയെന്നാണ് എക്സൈസ് പറയുന്നത്. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാളുടെ പേരിലുള്ള ആൾതാമസമില്ലാത്ത വീടിനുള്ളിലാണ് എല്ലാ ദിവസവും ചാരായം വാറ്റിയിരുന്നത്. അതാത് ദിവസത്തെ ഇലക്ഷൻ പ്രചരണത്തിന് ആവശ്യമായ ചാരായം ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. എക്സൈസ് സംഘം വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാറ്റുവാൻ ആവശ്യമായ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇവിടെ നെടുങ്കണ്ടം പൊന്നാമല ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഇന്നലെ 5 ലിറ്റർ ചാരവും കോടയുമായിട്ട് ബിജു കുര്യൻ എന്നൊരാളെ ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കണക്ക് കൂട്ടി മറ്റ് ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിനായി വാറ്റ് സൂക്ഷിച്ചതാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചാണ് പരിശോധന നടത്തിയത്. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ KVയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാർ മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള കടുവയുടെ ആക്രമണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. വനംവകുപ്പ് വിഷയത്തിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തണമെന്നതാണ് ഉയരുന്ന ആവശ്യം. മൂന്നാറിലെ തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുണ്ടാകുന്ന കടുവയുടെ ആക്രമണം വർദ്ധിക്കുകയാണ്. തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായ പശുക്കളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. പാമ്പൻമലയിലാണ് സംഭവം നടന്നത്. തൊഴിലാളികൾ നോക്കി നിൽക്കെയായിരുന്നു കടുവ ഒരു പശുവിനെ ആക്രമിച്ചത്. இந்த எஸ்டேட்டில் வேலை செய்கிறோம். இந்த ஒரு வாரத்துக்குள்ளேயே 4 மாடு அடிச்சிருக்கு. நாங்கள் வேலை செய்யறதுலேருந்து 50 மீட்டர் கூட இல்லை. நாங்கள் 2 மணிக்கு வேலை செஞ்சுக்கிட்டு இருக்கோம். காப்பி வாங்கிட்டு பொம்பளையால் ஒத்தையில் வர்றாங்க. 50 மீட்டருக்குள்பட்ட வந்து எங்கள் கண்ணு எதிரே அடிச்சு போட்டு போயிடுச்சு மாடை. ஒரு வீட்டிலையே 4 மாடு இந்த வாரத்துக்குள்ளேயே அடியாயிருக்கு. அப்போ எங்களுக்கு என்ன ஒரு அரசாங்கம் ஒரு பாதுகாப்பு கொடுத்துருக்கு. எங்களுக்கு கம்பெனியும் பாதுகாப்பு கொடுக்கணும். எங்களுக்கு நாங்களே பாவப்பட்டவங்க அன்னன்னைக்கு கூலி வேலை செஞ்சு தான் நாங்கள் சாப்பிட்றோம். കടുവ പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതോടെ ഭയന്ന തൊഴിലാളികൾ പിന്തിരിഞ്ഞോടി. പ്രദേശത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 3 കന്നുകാലികൾ കൂടി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തൊഴിലാളികൾ പറയുന്നു. വനംവകുപ്പ് വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. തോട്ടം തൊഴിലിനു പുറമെ മറ്റൊരു വരുമാനം എന്ന നിലയിലാണ് തൊഴിലാളികൾ പശുക്കളെ വളർത്തുന്നത്. വന്യജീവി ആക്രമണത്തിൽ പശുക്കൾ കൊല്ലപ്പെടുമ്പോൾ തൊഴിലാളി കുടുംബങ്ങൾക്കുണ്ടാകുന്നത് വലിയ നഷ്ടമാണ്. സിറ്റി വിഷൻ, മൂന്നാർ. കാണാമിനി ശരണമന്ത്രം. ശബരിമല പൂങ്കാവനത്തിന്റെ മടിത്തട്ടിലൂടെ കയറ്റിറക്കങ്ങൾ താണ്ടി അയ്യപ്പ ദർശനത്തിനെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്ര അനുഭൂതിദായകമെന്നതാണ് ഇതുവഴി എത്തുന്നവരും പറയുന്നത്. ദിവസവും 1000-ലധികം പേർ ഇപ്പോൾ കാനനപാതയിലൂടെ ശബരിമലയിലെത്തുന്നു. വണ്ടിപ്പെരിയാർ സത്രത്ത് നിന്ന് കാൽനടയാത്ര ആരംഭിക്കും. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുള്ള പാതയിലൂടെ നടന്ന സന്നിധാനത്തെത്താൻ പലരും 5 മണിക്കൂറിലധികം എടുക്കും. ഉപ്പുപാറ, പുല്ലുമേട് വഴിയുള്ള യാത്ര പ്രകൃതിയുടെ വന്യത ആസ്വദിച്ചുള്ളതായതിനാൽ ഒട്ടും മടുപ്പ് തോന്നാറില്ലെന്ന പതിവായി ഇതുവഴി ശബരിമലയിലെത്തുന്ന ഭക്തർ പറയുന്നു. കഠിനമായൊരു യാത്രയാണ്. എന്നാലും സ്വാമിയുടെ പൂങ്കാവനം, സ്വാമിയുടെ ഒരു മടിയിൽ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയതിൽ വളരെ നന്ദിയുണ്ട്. വളരെ പ്രോപ്പർലി മാനേജ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ് എല്ലാം. വരുന്ന ഭക്തന്മാർക്ക് അവരവരുടെ വെർച്വൽ ക്യൂ അനുസരിച്ച് ഒരു ചെക്ക് പോയിന്റിലും കൃത്യമായി എണ്ണം തിട്ടപ്പെടുത്താതെ ഫോറസ്റ്റ് ഓഫീസർമാർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ മുന്നോട്ട് വിടില്ല. സോ അതൊരു സേഫ്റ്റി കൺസേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ഒരു പ്ലസ് പോയിൻ്റാണ്. അഥവാ 15 പേര് വരുവാണെങ്കിൽ അതിൽ ഒരു ചെക്ക് പോയിന്റിലും 15 പേര് തികയാതെ അവർ മുന്നോട്ട് വിടില്ല. ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ വനം വകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. 13 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുത വിളക്കുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സത്രത്ത് നിന്ന് ഓരോ സംഘത്തിനും ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ടോക്കൺ നൽകിയാണ് കടത്തിവിടുന്നത്. സന്നിധാനത്തിന് സമീപം പാണ്ടിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിൽ എത്തുന്നതുവരെ ഓരോ ചെക്ക് പോസ്റ്റും കടക്കുമ്പോൾ ഈ ടോക്കൺ നോക്കി എല്ലാവരും സുരക്ഷിതരായി കടന്നുപോയെന്ന് ഉറപ്പാക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ മാത്രമേ സത്രത്ത് നിന്ന് ഭക്തരെ കടത്തിവിടൂ. അവസാന ആളും പോന്നു കഴിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ സഞ്ചരിച്ച് ഭക്തർ സുരക്ഷിതമായി കടന്നുപോയെന്ന് ഉറപ്പാക്കും. സന്നിധാനത്ത് നിന്ന് സത്രം ഭാഗത്തേക്ക് രാവിലെ 11 വരെ ഭക്തരെ കടത്തിവിടും. ഇടയ്ക്കെവിടെയും വെച്ച് ശാരീരികാസ്വസ്ഥമുണ്ടായാൽ NDRF സംഘമെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. ഉപ്പുപാറയിൽ ആംബുലൻസ് സൗകര്യമടക്കം മെഡിക്കൽ സംഘവും സജ്ജമാണ്.
സിറ്റി വിഷൻ, സന്നിധാനം. പിൻ നമ്പർ 689713. ഇതൊരു സാധാരണ പിൻകോഡല്ല. രാജ്യത്ത് സ്വന്തമായി 2 പേർക്ക് മാത്രമാണ് പിൻകോഡുള്ളത്. ഒന്ന് രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമലയിലെ സ്വാമി അയ്യപ്പനും. മറ്റു നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ട്. കാണാം ആ വിശേഷങ്ങൾ. ആയിരത്തി 1963 ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വർഷത്തിൽ 3 മാസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക. ഇവിടുത്തെ തപാൽ മുദ്രയും ഏറെ പ്രത്യേകതയുള്ളതാണ്. 18ാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹം ഇരിക്കും വിധമാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലെ മുദ്ര. ഈ മണ്ഡല മകരവിളക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസിൽ. അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ 100 കണക്കിന് ആളുകളാണ് ദിനം പ്രതി പോസ്റ്റ് ഓഫീസിലെത്തുന്നത്. ചിലർ ശബരിമല ദർശനം നടത്തിയതിന്റെ അനുഭൂതി സ്വന്തം വിലാസത്തിലേക്ക് അയക്കും. മറ്റു ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചെഴുതും. ഈ സീസണിൽ ആരംഭിച്ച ഇതുവരെ 6000-ഓളം പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ നിന്ന് അയച്ചിട്ടുള്ളതെന്ന് പോസ്റ്റ് മാസ്റ്ററായ ഷിബു വി നായർ പറഞ്ഞു. എല്ലാ നാട്ടിൽ നിന്നുമുള്ള ഭക്തരും കത്തുകൾ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ വരാറുണ്ട്. സ്ഥിരമായി വരുന്നവരും പുതിയതായി എത്തുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു. പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാൻ, 2 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ്മാനായി സേവനമനുഷ്ഠിക്കുകയാണ് പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജി വിഷ്ണു. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതും ശബരിമലയിലാണ്. ഇത്രയും കാലം തുടർച്ചയായി സന്നിധാനത്തെ പോസ്റ്റ്മാനായി മറ്റാരും പ്രവർത്തിച്ചിട്ടില്ലെന്നും തന്റെ സ്വന്തം ആഗ്രഹം കൊണ്ടുകൂടിയാണ് സന്നിധാനത്തെ സേവനം തുടരുന്നതെന്നും വിഷ്ണു പറയുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് അയ്യപ്പസ്വാമിയുടെ പോസ്റ്റ്മാനായിട്ട് ഇവിടെ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. നമുക്ക് വരുന്ന കത്തുകൾ കൂടുതലും കല്യാണക്കുറികൾ, അതുപോലെ തന്നെ അയ്യപ്പനോട് സങ്കടങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ, അങ്ങനത്തെ കത്തുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവസരം ലഭിച്ചാൽ വരും നാളുകളിലും ഏറെ സന്തോഷത്തോടെ ഇവിടുത്തെ സേവനം തുടരാനാണ് ആഗ്രഹം. കല്യാണമടക്കമുള്ള വിശേഷാൽ ചടങ്ങുകളുടെ ആദ്യ ക്ഷണക്കത്ത് അയ്യപ്പന്റെ പേരിൽ സന്നിധാനത്തേക്ക് അയക്കുന്ന ഭക്തരുണ്ട്. പരിഭവങ്ങളും ആവശ്യങ്ങളും കത്തായി അയ്യപ്പന്റെ മേൽ വിലാസത്തിൽ അയക്കുന്നവരുമുണ്ട്. നിരവധി പേർ മണി ഓർഡറും അയക്കാറുണ്ട്. ചെറിയ തുക മുതൽ വലിയ തുക വരെ ഇതിൽ ഉൾപ്പെടും. ലഭിക്കുന്ന കത്തുകളും മണി ഓർഡറുമെല്ലാം കൃത്യമായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവെന്നും വിഷ്ണു പറഞ്ഞു. സിറ്റി വിഷൻ, സന്നിധാനം. അയ്യപ്പ ഭക്തർക്ക് നയനാനന്ദകരമായ കാഴ്ചയൊരുക്കി ആലപ്പുഴ ചേർത്തല സ്വദേശിയായ ബിബിൻ 12ാം വർഷവും ശബരിമല സന്നിധിയിൽ നൃത്താർച്ചന നടത്തി. ഇത്തവണ ബിനുവിനൊപ്പം ചുവടുകൾ വയ്ക്കാൻ 6 വയസ്സുകാരി മകൾ വിശ്വജനനിയും ഉണ്ടായി. പതിവ് തെറ്റിക്കാതെയാണ് വിപിൻ വർഷം തോറും അയ്യപ്പ സന്നിധിയിൽ തന്റെ കലയെ വഴിപാടായി സമർപ്പിക്കുന്നത്. ഭരതനാട്യവും മറ്റ് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അച്ഛൻ്റെയും മകളുടെയും പ്രകടനം.
ഭക്തിനിർഭരമായ പരിപാടി ആസ്വദിക്കാൻ നിരവധി ഭക്തരാണ് സന്നിധാനത്തെ ശാസ്ത ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയത്. സിറ്റി വിഷൻ, സന്നിധാനം. ശക്തമായ മഴയിലും കാറ്റിലും റോഡിലേക്ക് കടപുഴകി വീണ മരം മുറിച്ചു മാറ്റിയെങ്കിലും കൂറ്റൻ മരത്തിന്റെ കുറ്റി നീക്കം ചെയ്യാൻ നടപടിയില്ല. വലിയ അപകട ഭീഷണി ഉയർത്തുന്ന മരക്കുറ്റി മാറ്റുന്നതിന് ഇടപെടൽ ആവശ്യപ്പെട്ട് നാട്ടുകാർ PWD എഞ്ചിനീയറെ അടക്കം സമീപിച്ചെങ്കിലും മരക്കുറ്റി നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പാമ്പാടുംപാറ പുളിയമ്മല റോഡിലാണ് മരക്കുറ്റിയുള്ളത്. ഇതുമാത്രമല്ല, ചേമ്പളം മുതൽ പുളിയമ്മല വരെ നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. ഇവ മുറിച്ചു മാറ്റി സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കും. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,710 രൂപ, പവന് 93,680 രൂപ, വെള്ളി ഗ്രാമിന് 180 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരിപ്പോര, കോൺഗ്രസിൽ വീണ്ടും രാജി. വിഭാഗീയത പരിഹരിക്കാൻ നേതൃത്വം ഇടപെടാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നാല് ശ്യാമളമാരും 3 ശോഭനമാരും, അങ്ങനെ അപരന്മാരുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായി ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിലെ പാലാർ വാർഡ്. പഞ്ചായത്തിലെ 2 മുൻ പ്രസിഡന്റുമാരാണ് ഇവിടെ പ്രധാനമായും മത്സര രംഗത്ത്. മൂന്നാർ മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള കടുവയുടെ ആക്രമണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. വനം വകുപ്പ് വിഷയത്തിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യം. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിതരണം നടത്താനായി തയ്യാറാക്കിയ ചാരായവും കോടയുമായി ഒരാൾ പിടിയിൽ. 5 ലിറ്റർ വാറ്റ് ചാരായവും 25 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.